ശ്രീകൃഷ്ണ കഥകളാൽ പ്രസിദ്ധമായ ഒരനശ്വര കൃതിയാണ് ഗർഗഭാഗവതം. വ്യാസഭാഗവതത്തിലുള്ളതും ഇല്ലാത്തതുമായ ഒട്ടധികം കഥകൾ ഗർഗാചാര്യർ തന്റെ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ യോഗിമുഖ്യനായ ഗർഗാചാര്യർ നൈമിഷാരണ്യത്തിലെത്തി. അദ്ദേഹത്തെ കണ്ട് സന്തുഷ്ടനായ ശൗനകൻ ഭക്ത്യാദരപൂർവം പൂജിച്ച് മഹർഷിയെ ആസനസ്ഥനാക്കി. സദാ പര്യടനം ധന്യം ഗ്രഹീണാം ശാന്തയേ സ്മൃതം നൃണാമന്തസ്തമോഹാരി സാധുരേവന ഭാസ്കര. ഗൃഹസ്ഥന്മാർക്ക് ശാന്തി അരുളുകയാണ് സജ്ജന പര്യടന ലക്ഷ്യം. ജനഹൃദയത്തിലെ തമസകറ്റുന്നത് സജ്ജനങ്ങളാണ്, സൂര്യനല്ല എന്ന് പറഞ്ഞ് മുനിയെ സ്തുതിച്ചു. തുടർന്ന് ഇപ്രകാരം ചോദിച്ചു: പ്രഭോ, അങ്ങ് എന്റെ ഒരു സംശയം ദൂരീകരിച്ചാലും. മഹാവിഷ്ണുവിന്റെ അവതാരം എത്ര വിധമുണ്ട്? സത്കഥാ വിവരണത്തിൽ സന്തുഷ്ടനായ ഗർഗ മഹർഷി പറയാൻ തുടങ്ങി: ബ്രഹ്മജ്ഞ, അങ്ങയുടെ ചോദ്യം നന്ന്. വക്താവിനും ശ്രോതാവിനും സുഖം നൽകുന്നതാണല്ലോ ഭഗവത് കഥാകീർത്തനം. ഇതിന് ഞാൻ മറ്റു രണ്ടുപേരുടെ സംവാദം കേൾപ്പിക്കാം. മഹാമുനി തുടർന്നു: മിഥിലയിൽ ശാന്തനും ശ്രീകൃഷ്ണ ഭക്തനുമായ ബഹുലാശൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ രാജധാനിയിലെത്തിയ നാരദ മഹർഷിയെ ആദരിച്ച് ആസനസ്ഥനാക്കിയ ശേഷം അദ്ദേഹം ചോദിച്ചു: മഹാമുനെ, ആദ്യന്തരഹിതനായ ശ്രീ പുരുഷോത്തമൻ എന്തിനായിട്ടാണ് അവതാരങ്ങൾ എടുത്തത്? നാരദ മഹർഷി ബഹുലാശ രാജാവിന്റെ ഉത്കണ്ഠ ശമിപ്പിക്കുമാറ് ഭഗവാന്റെ അവതാരോദ്ദേശം വിവരിക്കാൻ തുടങ്ങി. മഹാരാജാവേ, അവതാരങ്ങൾ പലവിധമുണ്ട്. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണതമാ അവതാരം എന്നിങ്ങനെ. ഇവയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റേത് പരിപൂർണതമാ അവതാരമാണ്. ബാഹുലാശൻ ജിജ്ഞാസുവായി. അദ്ദേഹം ദേവർഷിയോട് ചോദിച്ചു: ഋഷീശ്വര, ഏതു കാരണത്താലാണ് ശ്രീകൃഷ്ണ അവതാരം ഉണ്ടായത്? ബ്രഹ്മജ്ഞനായ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. കരുണാമയനായ നാരദർഷി ബഹുലാശ മഹാരാജാവിന്റെ ദാഹശമനാർത്ഥം പറഞ്ഞു തുടങ്ങി: അസുരാംശജാതരായ രാജാക്കന്മാരാൽ ഭൂമിദേവി അസഹനയായി. അതീവ ദുഃഖിതയായ ദേവി ബ്രഹ്മസന്നിധിയിലെത്തി തന്റെ ആവലാതി അറിയിച്ചു. പിതാമഹൻ ഭൂമിദേവിയെയും മഹാദേവനെയും മറ്റു ദേവന്മാരെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി. കാര്യമറിഞ്ഞ ശ്രീഹരി പ്രശ്ന പരിഹാരത്തിന് ഗോലോകപതിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു. മഹാവിഷ്ണുവിനാൽ നീതരായ ദേവമുഖ്യന്മാർ ഭൂമിദേവിയുമൊത്ത് ബ്രഹ്മാണ്ടത്തിന് പുറത്തിറങ്ങി. അവിടെ വേറെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ കാണായി. ഇന്ദായണ ഫലാനിവ ലുഡന്ത്യാനി വൈജലെ വിലോക്യ വിസ്മിത സർവേ ബഭൂവച്ഛിക ഇവ. വിരജ നദിയിൽ ഉരുണ്ടു കളിക്കുന്ന വലങ്ങൾ പോലെ അനവധി ബ്രഹ്മാണ്ടങ്ങളെ കണ്ട് ദേവന്മാർ ഭയചകിതരായി. ആ നദീതീരത്ത് 1000 ഫണമാർന്ന ആദിശേഷൻ, ആദിശേഷന്റെ മടിയിൽ ഗോലോകം. മുന്നോട്ട് നീങ്ങിയ വിഷ്ണുവാദി ദേവന്മാരെ കൃഷ്ണദൂതന്മാർ തടഞ്ഞു. തങ്ങൾ തടയപ്പെടേണ്ടവരല്ലെന്നും ദേവപാലകരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരരാണെന്നും ദേവന്മാർ അറിയിച്ചു. കൃഷ്ണദാസന്മാർ അകത്തു ചെന്നറിയിച്ചതിനാൽ ചന്ദ്രാനന എന്ന കൃഷ്ണസഖി ദേവന്മാരുടെ മുന്നിലെത്തി. അവൾ ചോദിച്ചു: കസ്യാണ്ടസ്യാദിവോ ദേവ യൂയം സർവേ സമാഗത. ഇവിടെ എത്തിയ നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിന്റെ അധിപന്മാരാണ്? ഇത് കേട്ട് ദേവന്മാർ പരിഭ്രമിച്ചു. എന്ത്, വേറെയും ബ്രഹ്മാണ്ടങ്ങളോ? അവരുടെ അമ്പരപ്പ് കണ്ട് ചന്ദ്രാനന പറഞ്ഞു: ദേവകളെ, ബ്രഹ്മാണ്ടങ്ങൾ കോടിക്കണക്കിനുണ്ട്. നിങ്ങൾക്ക് സ്വവസതി ഏതെന്ന് പോലും അറിയില്ലല്ലോ. ഏവരും ലജ്ജിതരായി. അപ്പോൾ മഹാവിഷ്ണു അവളോട് പറഞ്ഞു: ഏത് ബ്രഹ്മാണ്ടമാണോ വാമനമൂർത്തിയുടെ കാൽനഖം തട്ടിയുടഞ്ഞത്, അതാണ് ഈ ദേവന്മാരുടെ വസതി. ചന്ദ്രാനന അത് കേട്ട് സന്തോഷിച്ചു. ദേവന്മാരെ അഭിനന്ദിച്ചു. ശ്രീകൃഷ്ണ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അനുമതി നൽകി. ദേവന്മാർ ഗോലോക അന്തർഭാഗം കണ്ട് വിസ്മിതരായി. ഗിരിരാജനായ ഗോവർദ്ധനം, കോടിക്കണക്കിന് ഗോക്കൾ, കൽപ്പവൃക്ഷങ്ങൾ, ലതാകുഞ്ചങ്ങൾ, അതിശയനീയ സൗന്ദര്യമാർന്ന ഗോപികമാർ, 32 വനം ചൂഴ്ന്ന നിജനിക്കുഞ്ചം, മുന്നിലായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പേരാൽ, രത്നം പടുത്ത് മോഹനമായ വിശാല അങ്കണം, വിനയാന്യതരായി നിൽക്കുന്ന ദേവകോടികൾ, അവിടെ 1000 ഇതളുള്ള ഒരു താമര, അതിന്മീതെ 7 ഇതളുള്ള മറ്റൊന്ന്, രണ്ടാമത്തേതിനു മുകളിൽ 3 സോപാനങ്ങളോട് കൂടിയ ഒരു ഹേമസിംഹാസനം,
അതിൽ രാധാസഹിതനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. വശ്യമോഹനമായ ശ്രീകൃഷ്ണ രൂപം കണ്ട് വിഷ്ണുവും ബ്രഹ്മാവും മഹാദേവനും ഉൾപ്പെടെയുള്ളവർ ആശ്ചര്യത്താൽ മതിമറന്നു. അവർ സാഷ്ടാംഗം നമസ്കരിച്ചു. മഹാവിഷ്ണു ദേവമധ്യത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങി. മെല്ലെ മെല്ലെ ശ്രീകൃഷ്ണ രൂപത്തിൽ വിലയം പ്രാപിച്ചു. പൂർണ്ണനായ നരസിംഹമൂർത്തിയും സീതാസമേതനായ രാമനും യജ്ഞമൂർത്തിയായ നാരായണനും ശ്രീകൃഷ്ണ രൂപത്തിൽ ലയിച്ചു ചേരുന്നതായി കണ്ടു. ഈ കാഴ്ച ദേവന്മാരെ ആശ്ചര്യസ്തബ്ധരാക്കി. ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണതമനെന്നറിഞ്ഞ് ഏവരും ഭഗവാനെ സ്തുതിച്ചു. ഏതൊരു ദേവനിലാണോ സർവ തേജസ്സും ലയിക്കുന്നത് ആ ദേവനാണ് പരിപൂർണതമൻ. അവസാനം ദുഷ്ടഭാരത്താൽ അസഹ്യയായ ഭൂമിദേവിയുടെ സങ്കടവും അവർ ശ്രീകൃഷ്ണനെ അറിയിച്ചു. ഇത് കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു: ഹേ സുരജ്യേഷ്ഠ, ഹേ ശംഭോ, ദേവാശ്രണത മധ്വജ, യാദവേഷുച്ച ജന്മദ്വ അംശേ സ്ത്രീഭിർ മദാജ്ഞയ. ഹേ ബ്രഹ്മശങ്കരന്മാരെ, ദേവന്മാരെ, കേട്ടാലും. നിങ്ങൾ സ്ത്രീകളോടൊത്ത് യദുകുലത്തിൽ പിറക്കുവിൻ. ഞാനും അവിടെ തന്നെ അവതരിച്ച് ഭൂഭാരം അവസാനിപ്പിച്ചുകൊള്ളാം. ഏതേതു ദേവന്മാർ ഏതേതു നാമത്തിൽ ഏതേതു ഭവനങ്ങളിൽ ജനിക്കണമെന്നുമെല്ലാം അറിയിച്ച് ദേവന്മാരെ സന്തുഷ്ടരാക്കിയ ശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തു. വിവേകമുദിച്ച് മനഃശക്തി വീണ്ടെടുത്ത് ദൗഷ്ട്യത്തിന് പകരം നന്മ നിറയ്ക്കണമെന്ന ഉപദേശമാണ് ഈ കഥയിലെ അന്തസത്ത. അപ്പോഴാണ് എല്ലാവരുടെയും ഹൃദയം ഗോലോകമായി തീരുന്നത്. അങ്ങനെയുള്ള ഗോലോകത്തിലെ പരമാനന്ദമാകുന്ന ശ്രീകൃഷ്ണൻ അവതരിക്കുകയുള്ളൂ. ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ, ജയിക്കട്ടെ ദേവി രാധിക, ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ. എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമ ഭക്തരും. രാധേ കൃഷ്ണ.